Good morning everybody. Welcome to Davos Thought. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സമയം എങ്ങനെ ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ്. ജീവിത വിജയം എന്ന് പറഞ്ഞാൽ ഒരാൾ അയാളുടെ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. സമയം അത് മാത്രമേ നമുക്കുള്ളൂ. നമ്മുടെ സമയത്തിൻ്റെ അവസാനമാണ് മരണം. എന്നാൽ സമയമാണ് ഒരാളുടെ ജീവിതം തീരുമാനിക്കുന്നതെന്ന ബോധം പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം എങ്ങനെയൊക്കെയോ കഴിക്കുകയും ജീവിത വിജയത്തിന് വേണ്ടി എന്തൊക്കെയോ ചെയ്യുകയും ചെയ്യുന്നു. ജീവിത വിജയം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഓരോ സെക്കൻഡും അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നിടത്താണ്. ഇതിനർത്ഥം നിങ്ങൾ എപ്പോഴും സീരിയസ് ആയിരിക്കുന്ന ഒരാളാവുക എന്നല്ല. നമുക്ക് കളിക്കാൻ സമയമുണ്ട്, നമുക്ക് വിനോദങ്ങളിൽ ഏർപ്പെടാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്, കുടുംബത്തോടൊപ്പം. ഈ സമയത്തെ യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം. പലപ്പോഴും നമ്മൾ സമയം ചെലവഴിച്ച് തീർക്കുന്ന ആളുകളായി മാറാറുണ്ട്, സമയം കൊല്ലികളായിട്ട് മാറാറുണ്ട്, സ്പെൻഡിങ് ടൈമിൻ്റെ ആൾക്കാരാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻവെസ്റ്റിംഗ് ടൈം എന്ന പോളിസിയിലേക്ക് നമ്മൾ എത്തണം. ഓരോ സെക്കൻഡും അത് നമ്മുടെ ജീവിതത്തിൽ ഭാവിയിൽ ഗുണപ്രദമാകുന്ന രീതിയിലേക്ക് അതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പോൾ തമാശ പറച്ചിൽ നമുക്ക് എന്താക്കാം, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആക്കി മാറ്റാം. നമുക്ക് കളിക്കുന്നത് ഭാവിയിൽ ഗുണപ്രദമായൊന്ന് ആക്കി മാറ്റാം. അപ്പോൾ ഏത് സമയവും നമ്മുടെ സമയം എപ്പോൾ ഉപയോഗിക്കുമ്പോഴും എങ്ങനെ ചെലവഴിക്കുമ്പോഴും അതെൻ്റെ ഭാവി ജീവിതത്തിൽ ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്ന ബോധത്തോടുകൂടി നമ്മൾ ചെലവഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഫുട്ബോൾ കളിക്കാൻ സമയം കണ്ടെത്താം. ഫുട്ബോൾ കളിക്കുന്നത് നല്ല ആരോഗ്യത്തിന് വേണ്ടി നല്ലതാണ്. ആരോഗ്യകരമായ ഒരു സുസ്ഥിതിക്ക് വേണ്ടി ഫുട്ബോൾ കളി നമുക്കാകാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലുള്ള ഏത് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും ആ സമയം ഭാവിയിൽ നമുക്ക് ഉപകാരപ്രദമാകും എന്ന ബോധത്തോടുകൂടി ചെയ്യുമ്പോൾ സമയം നമ്മൾ ഉപയോഗിക്കുന്നവരായി മാറും. സമയത്തിൻ്റെ വില അറിയാത്ത പ്രശ്നം ഇത് മാത്രമേ നമ്മൾ നേരിടുന്നു. ഓരോരുത്തർക്കും ഇഷ്ടം പോലെ സമയമുണ്ട്, പക്ഷെ നമ്മുടെ സമയമാണ് ജീവിത വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതിനെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതാണ് എന്ന ബോധം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ പരാജയങ്ങൾ നേരിടുന്നത്. അതുകൊണ്ട് ഇന്ന് മുതൽ ഓരോ സെക്കൻഡും ഭാവിക്ക് വേണ്ടിയുള്ളതാക്കി മാറ്റുക. കളിയാവാം, ചിരിയാവാം, തമാശ പറച്ചിലാവാം, എല്ലാം ഭാവിക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ. ശുഭ ദിനാശംസകളോടുകൂടി ദാവൂദ് പി മുഹമ്മദ്.